ഹലോ മിഗോസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ദിവസം രാവിലെയാണ്. അപ്പോൾ രാവിലെ സാധാരണ തന്നെ 5:15 എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു, അടുക്കളയിലെ പണി കഴിഞ്ഞു, തുണിയും കഴുകി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചിറക്ക നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. ക്രിസ്മസ് ട്രീയും പുൽക്കൂടും എല്ലാം വെച്ച് ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോഴാണ് കിടന്നുറങ്ങിയപ്പോൾ ആളതേ നല്ല ക്ഷീണത്തിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ദിവസം അടിച്ചു പൊളിക്കാം. അപ്പോൾ അകത്തെ പണിയൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ കുട്ടിമണിയും മണിക്കുട്ടിയും കാര്യമായിട്ടുള്ള കളിയിലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ കൂടെ നമ്മുടെ കുഞ്ഞിച്ചക്കനുണ്ട്, അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവനും പുറത്തിറങ്ങിയേക്കാണ് അവരുടെ കളിക്കാൻ. ഞാൻ അടിച്ചു വരാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞിച്ചക്കൻ ഓടി വന്നിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിച്ചു തുടങ്ങിയപ്പോഴേക്കും ആൾ അവിടെ നിന്ന് എണീറ്റ് പോയിട്ടോ. അങ്ങനെ കാര്യമായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ മെയിൻ പരിപാടി ഇപ്പോൾ ഇവർ രണ്ടുപേരായിട്ട് കളിക്കുകയാണ് കേട്ടോ. അവർ നല്ല കൂട്ടാണ് ഇവനായിട്ട്. അപ്പോൾ അവൻ രാവിലെ പരിപാടി തുടങ്ങി അവരുടെ കളികളൊക്കെ. അപ്പോൾ അടിച്ചു വരി കഴിഞ്ഞ് ഇനിയിപ്പോൾ തുടയ്ക്കലാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം വെച്ച് ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ സെയിം ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുറ്റടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിച്ചക്കൻ എൻ്റെ കൂടെ ഉണ്ട്, അവൻ അവിടെ കളിയിലാണ്. അങ്ങനെ അടിച്ചു വരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഉണ്ണിയേട്ടൻ നന്ദിനി കുട്ടീനെ കൊണ്ട് തീറ്റിക്കാൻ കൊണ്ടുപോകുന്നത്. ഉണ്ണിയേട്ടൻ ഇപ്പോൾ വെളുപ്പിനൊക്കെ എണീക്കും. അവളെ കറന്നൊക്കെ തുടങ്ങിയ പിന്നെ അച്ഛനും മോനും കൂടി അങ്ങോട്ട് പോവാണ്. അപ്പോൾ പിന്നെ കുഞ്ഞിയുടെ തിരിച്ചു വന്നു. അപ്പോൾ അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അപ്പം ഉണ്ടാക്കി, ഗ്രീൻ പീസ് കറി ആയിരുന്നു. പിന്നെ പണികളൊക്കെ നടക്കുകയാണ്. ഉച്ചത്തേക്കുള്ള ഫുഡിങ്ങിനുള്ള നമ്മൾ ചിക്കൻ വയ്ക്കാനായിട്ട് സവാളയും പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിക്കൻ വറക്കാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനൊന്ന് ജോലിയുണ്ട്, അപ്പോൾ അച്ഛൻ ജോലിക്ക് പോകാൻ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ വറക്കാനിട്ടിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ചിക്കനും ബീഫ് കറിയും വെക്കാനാണ് പ്ലാൻ ചെയ്തേക്കണത്. പിന്നെ ചോറ് ഞാൻ വെളുപ്പിനെ എണീറ്റ് ചോറൊക്കെ വെച്ച് ചോറ് വാർത്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിയേട്ടൻ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും നന്ദിനിക്കുട്ടീനെ കറന്നു പാല് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൂട്ടൻ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വറുത്താണെന്ന് കറി വെക്കാൻ വിചാരിച്ചേക്കണേ. അപ്പോൾ കറിക്കുള്ള പരിപാടി, അതായത് സവാളയും പച്ചമുളകൊക്കെ വാട്ടാൻ പോവാണ്. അങ്ങനെ ഓരോ പരിപാടി നടക്കുകയാണ്. അപ്പോൾ ബീഫ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 9:50 ആയിട്ടുള്ളൂ. ഏകദേശം പണിയൊക്കെ ഒതുങ്ങി തുടങ്ങി. അപ്പോൾ അമ്മ ഫ്രണ്ടിൽ മുടിയിരുന്നു. കുഞ്ഞുട്ടൻ അവിടെ സൈക്കിൾ ഔട്ടി കളിക്കുന്നു. ഉണ്ണിയേട്ടൻ അവിടെ റെസ്റ്റ് എടുക്കുന്നു. എൻ്റെ ചെറുതായിട്ട് കിളിയൊക്കെ പോയി തുടങ്ങി, ഉറക്കമൊന്നും ശരിയാവാത്ത കാരണം. അപ്പോൾ കുഞ്ഞുട്ടൻ ഒത്തിരി ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവന് ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി ആയിട്ടുണ്ട്. ബീഫ് കുക്കറിൽ ഇതായിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊന്ന് വറ്റാനുണ്ട്. അപ്പോൾ കച്ചമ്പറാക്കിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുക്കളയൊന്ന് വൃത്തിയാക്കാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 10:15 ആയപ്പോഴേക്കും പണിയൊക്കെ കഴിഞ്ഞു. വെളുപ്പിന് അടുക്കളയിൽ കയറിയേക്കണം. അപ്പോൾ ചേട്ടൻ അപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മണിക്കുട്ടിനെയൊക്കെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്തുള്ള സിബിച്ചേട്ടൻ കേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കുഞ്ഞുട്ടൻ ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹാപ്പി ക്രിസ്മസ് ഒക്കെ പാടി കേക്കൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ആയിട്ട് കുറച്ച് കേക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കഴിച്ച് നേരെ നമ്മുടെ നന്ദിനി കുട്ടീൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് നേരം ആട്ടിൻകൂട്ടിൻ്റെ സൈഡിലിരുന്ന് ഞങ്ങൾ 5 പേരും കൂടി ഇരുന്ന് കളിയാണ്. അപ്പോൾ എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവിടെ പോയിരിക്കാറുണ്ട് കേട്ടോ. അവരുടെ കൂടെ കളിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ കുഞ്ഞോട്ടും അവിടേക്കാണ്. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സിബിച്ചേട്ടൻ വന്നു. ചേട്ടനും ഉണ്ണിയേട്ടനും സിബിച്ചേട്ടനോടെയൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനും കുഞ്ഞിനും ഫ്രണ്ടിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കളമശ്ശേരിയിൽ നിന്ന് അച്ചായും അമ്മയും വന്നു. അപ്പോൾ കുറച്ചായി വന്നിട്ട്, ഇപ്പോൾ കടയുള്ള കാരണം ഒന്നിനും നേരം കിട്ടില്ല. പിന്നെ അവധിയായ കാരണം വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയും കൂടി കഴിഞ്ഞാൽ വർത്തമാനത്തിൻ്റെ വർത്തമാനമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു അവർ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ കുഞ്ഞുട്ടനും കളമശ്ശേരിയിലൊക്കെ പോകാമെന്നും പറഞ്ഞ് ആൾ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞൻ കളമശ്ശേരി പോകാമെന്ന് പറഞ്ഞ് ഓട്ടോയിലൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അവനെ കരയിപ്പിക്കണ്ടെന്ന് പറഞ്ഞാൽ അമ്മ വണ്ടി കയറാൻ പറയാം, റോഡ് വരെ പോവാം. അപ്പോൾ വണ്ടി കയറി. അങ്ങനെ അച്ഛനും അമ്മയും കളമശ്ശേരിക്ക് പോയി. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കയറി. അപ്പോൾ കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ പോവാണ്. അവന് ബിരിയാണി ചിക്കനൊക്കെ കൊടുക്കാൻ പോവാണ്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നു. വൈകുന്നേരം ഒരു 5 മണിയായി. ഞാനപ്പോൾ നേരെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോവാണ്, കങ്കരപ്പടി. അപ്പോൾ എല്ലാവരും അവിടെ കൂടാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞിച്ചക്കൻ പപ്പാനിയുടെ ഉടുപ്പൊക്കെ ഇടുകയാണ്. അപ്പോൾ ഞങ്ങൾ കാക്കനാടിൽ നിന്ന് ഇറങ്ങുകയാണ് കങ്കരപ്പടിയിലേക്ക്. അപ്പോൾ ചേച്ചി അളിയനൊന്നും വന്നില്ല. അച്ഛൻ രാവിലെ ഉണ്ടായിരുന്നു, അച്ഛൻ വൈകുന്നേരം പോയി. ഇപ്പോൾ അമ്മയുണ്ട്, പിന്നെ അച്ഛനമ്മ, മാമൻ, ആൻറ്റി, പിള്ളേർ. അപ്പോൾ എന്നാൽ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ നാളെ രാവിലെ തിരിച്ചു വരും. അപ്പോൾ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ പോവാണ് കേട്ടോ.
നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ അമ്മയുടെ വീട്ടിലേക്ക്. അപ്പോൾ ദേ സന്ധ്യയായി, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ള വീട്ടിൽ കല്യാണമാണ് ഈ വെള്ളിയാഴ്ച. അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ നമ്മൾ വീട്ടിലേക്ക് എത്താറായിട്ടോ. ദേ വീട്ടിലെത്തി കുഞ്ഞിച്ചേട്ടന് സൈക്കിൾ കിട്ടിയപ്പോൾ ആൾ സൈക്കിളിൻ്റെ പൊക്കത്താണ്. അപ്പോൾ അവിടെ മറ്റേ കറുവപ്പട്ടേൻ്റെ മരത്തിൻ്റെ കമ്പൊക്കെ ഒടിക്കാനുണ്ടായിരുന്നു എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ രാത്രി അതിൻ്റേതായ പണിയിലൊക്കെയായിരുന്നു. പിന്നെ നമ്മുടെ 2 കസിൻസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ക്രിസ്മസ് ആയിട്ട് അച്ചാച്ചനും അമ്മാമനെയും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പിന്നെ രാത്രി ഫുഡ് ഇടിയപ്പോൾ പൊതിച്ചോറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി കൂടണതൊരു സന്തോഷമല്ലേ. ഇങ്ങനെ പിള്ളേരൊക്കെ കളിക്കുകയാണ്. ഞങ്ങൾ ദേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. രാത്രി കേക്ക് മുറിക്കാമെന്ന് വെച്ചു. അപ്പോൾ ദേ ആമിക്കുട്ടിയും നമ്മുടെ കുഞ്ഞൂട്ടനും കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ദേ അത് അമ്മയുടെ അനിയൻ, അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ, ബാക്കി എല്ലാവരും അപ്പുറത്ത് TV കാണുകയായിരുന്നു. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. ചേച്ചി അനിയനും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അമ്മിക്കുട്ടി ഇപ്പോൾ LKG പഠിക്കണേ. ഈ കേക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ എല്ലാവരും പല പല പണിയിലാണ്. പിള്ളേർ കളിക്കണു. അപ്പോൾ അവിടെ ഒരു പൂച്ചക്കുഞ്ഞുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെയാണ് കുഞ്ഞോട്ടൻ. ദേ അച്ചാച്ചനും റൂമിൽ. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. അപ്പോൾ ദേ പുറത്തിരുന്ന് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ദേ അപ്പോൾ ഞാൻ റൂമിൽ കയറി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ദേ കുഞ്ഞോട്ടനും വന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം. ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം.